നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് CAA കുറിച്ച് തന്നെയാണ്, പൗരത്വ ഭേദഗതി നിയമം. എന്നാൽ ഇതിൽ ഏറ്റവും അധികം വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ സംശയം ഏതുമില്ലാതെ മലയാളികൾ പറയും അത് കേരളം തന്നെയാണെന്ന്. അങ്ങനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ഒരു കാരണവശാലും കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന്. ഇതിൻ്റെ ഔചിത്യം എന്തെന്നുള്ള ചോദ്യമാണ് പലരും ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. ഇത് നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്രത്തിനുള്ളപ്പോൾ കേരളം അതിൽ എന്ത് റോളാണ് ചെയ്യേണ്ടതെന്നാണ് പലരും പരിഹസിക്കുന്നത്. ഒപ്പം നിയമപരമായി ഇതിനെ നേരിടാനായി കേരളത്തിൽ എല്ലാവിധ അവകാശങ്ങളുമുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകാവുന്നതുമാണ്. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. ആട്ടി ഓടിക്കപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കില്ലെന്ന് പറയാൻ കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയതല്ലെന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. കേരളത്തിൽ CAA നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് സുരേന്ദ്രൻ ഇങ്ങനെ പ്രതികരിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മറവിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് LDFും UDFും ചെയ്യുന്നത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കാനാണ് ഇരു മുന്നണികളും ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചതും ഒപ്പം പരിഹസിച്ചിരിക്കുന്നതും. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ടല്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ നിയമം നിർമ്മിച്ചത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ബാധ്യതയാണ്. അങ്ങനെ കുടിയേറി പാർക്കുന്ന നിരവധി ആളുകൾ ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട്. ആരുടെയും പൗരത്വം എടുത്തു കളയാൻ വേണ്ടിയിട്ടല്ല ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പൗരത്വം കൊടുക്കില്ലെന്ന് പറയാൻ പിണറായി വിജയനെ ആരെങ്കിലും പൗരത്വത്തിന് വേണ്ടി സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇതോടൊപ്പം തന്നെ സുരേന്ദ്രൻ ഉന്നയിച്ചു. പൗരത്വത്തിൻ്റെ കാര്യമെല്ലാം തന്നെ ജില്ലാ കളക്ടർമാർ ചെയ്തുകൊള്ളും. അത് ആലോചിച്ച് മുഖ്യമന്ത്രി ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യമെന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയതല്ല എന്നും CAA നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞുവെന്നും ഇനി അതിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ വാക്കുകൾ. കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുടങ്ങിയ ആളാണ് കേരള മുഖ്യമന്ത്രി. ഇന്ത്യയിൽ ആദ്യമായി അനധികൃത കടന്നുകയറ്റക്കാരെ പാർപ്പിക്കാൻ ക്യാമ്പ് തുടങ്ങിയത് കേരളത്തിലായിരുന്നു. ആദ്യം CAA നടപ്പിലാക്കുന്ന സംസ്ഥാനവും അതുകൊണ്ട് കേരളമായിരിക്കും. മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടിയാണ് CAA എന്ന് പറയുന്നത്. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ഇനി നടപ്പിലാക്കുകയെന്നും സുരേന്ദ്രൻ സൂചിപ്പിച്ചു. CAAക്കെതിരെ കേരളത്തിൽ സമരം ചെയ്യാൻ LDFനും UDFനും ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ എന്ന ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നിരിക്കെ മുസ്ലിങ്ങളെ എന്തിനാണ് CAAയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്? ഇന്ത്യ മുന്നണി വന്നാൽ CAA അറബിക്കടലിലെറിയുമെന്ന് കെ സുധാകരൻ പറയുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയോ മറ്റ് PCC അധ്യക്ഷന്മാരോ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നില്ല എന്നും സുരേന്ദ്രൻ തന്നെ ചോദിച്ചു. എന്നാൽ മറുഭാഗത്താകട്ടെ CAAയെക്കുറിച്ചുള്ള എല്ലാവിധ വിവരങ്ങളും ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. CAA അനുസരിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടലും സജ്ജമായിട്ടുണ്ട്. ആർക്ക് വേണോ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്നതാണ് പോർട്ടൽ വിലാസം. പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോർട്ടൽ വഴിയാണ് പൂർണ്ണമായും അവസരം കിട്ടുന്നത്. അതുകൊണ്ട് ആരുടെയും അവസരം നഷ്ടപ്പെടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പൗരത്വം കിട്ടാൻ വെബ്സൈറ്റിലൂടെ അപേക്ഷിച്ച് നിശ്ചിത ഫീസും കൊടുക്കേണ്ടതുണ്ട്. ഇന്ത്യയിലുള്ളവർ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ കോപ്പി ജില്ലാ കളക്ടർക്ക് നൽകണം. ഇന്ത്യക്ക് പുറത്തുള്ളവരാകട്ടെ ഇന്ത്യൻ കോൺസുൽ ജനറലിന് അപേക്ഷ സമർപ്പിക്കണം. അവർ നടത്തുന്ന പരിശോധനകൾക്ക് ശേഷമായിരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വം നൽകുന്നത്. നിലവിൽ 31,000-ഓളം പേർക്ക് പൗരത്വം നൽകേണ്ടി വരുമെന്നാണ് ആഭ്യന്തര വകുപ്പ് കണക്ക് കൂട്ടുന്നത്. പൗരത്വത്തിന് അപേക്ഷിക്കാൻ സ്വന്തം മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും നിർബന്ധം തന്നെയാണ്. വ്യക്തിയുടെ പശ്ചാത്തലമടക്കം പരിശോധിച്ച് നിശ്ചിത സമയത്തിനകം പൗരത്വം നൽകണമെന്നാണ് പോർട്ടലിൽ പറയുന്നത്. ഇന്നലെയാണ് CAA സംബന്ധിച്ചുള്ള കേന്ദ്ര വിജ്ഞാപനം പുറത്തിറക്കിയത്. ഓൺലൈനായി അപേക്ഷ നൽകാമെന്ന മുന്നറിയിപ്പ് മാത്രമായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്നത്. എന്നാൽ വിജ്ഞാപനം ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും CAA വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചു. പൗരത്വ നിയമ ഭേദഗതി കോൺഗ്രസിനെതിരെ ആയുധമാക്കി തൊട്ടു പിന്നാലെ അമിത്ഷായും കളത്തിലെത്തുകയും ചെയ്തു. കാരണമില്ല എങ്കിൽ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ തിരിയുമെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുമെത്തിയ അഭയാർത്ഥികളെ കോൺഗ്രസ് ചതിച്ചു. പ്രീണന രാഷ്ട്രീയത്തിനു വേണ്ടി കോൺഗ്രസ് CAA എപ്പോഴും എതിർത്തു. BJP സർക്കാർ ആകട്ടെ അവർക്ക് അർഹിക്കുന്ന പരിഗണനയാണ് നൽകുന്നത്. അവരെ ശാക്തീകരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മോദി സർക്കാർ നൽകിയ വാഗ്ദാനം അതിലൂടെ പാലിച്ചുവെന്നാണ് അമിത്ഷാ പറയുന്നത്. സ്വന്തം ധർമ്മം രക്ഷിക്കാൻ വേണ്ടി രാജ്യത്തേക്ക് അഭയാർത്ഥികളായി എത്തിയവർ ലക്ഷക്കണക്കിന് ആളുകളാണുള്ളത്.
അവരെ ഉപേക്ഷിക്കാനായി കഴിയില്ല. അവരെ പൗരത്വം നൽകി സർക്കാർ ആദരിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. തെലങ്കാനയിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. CAA നടപ്പിലാക്കിയ ശേഷമുള്ള ആദ്യത്തെ പ്രതികരണം കൂടിയായി തന്നെയാണ് ഇതിനെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ മറുഭാഗത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആദ്യം പ്രമേയം പാസ്സാക്കുകയും സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്ത കേരളം വീണ്ടും അടുത്ത പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. നിലവിലുള്ള ഹർജി വീണ്ടും പരാമർശിക്കാനോ പുതിയ ഹർജി നൽകാനോ ഉള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്. പൗരത്വ ഭേദഗതി വിജ്ഞാപനം ജനങ്ങളെ വിഭജിക്കുമെന്നും വർഗീയ വികാരം കുത്തിയിളക്കുമെന്നുമാണ് കേരള സർക്കാർ എടുക്കുന്ന നിലപാട്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം ഇറക്കിയതും മുസ്ലിം വിഭാഗത്തെ ഒഴിച്ചു നിർത്തിയതും ഭരണഘടനയുടെ 14, 21, 25 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്നാണ് കേരളം പറയുന്നത്. പൗരത്വ നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയത്. ഇത് തികച്ചും നിയമവിരുദ്ധമാണെന്നാണ് മുസ്ലിം ലീഗും വാദിക്കുന്നത്. ഇപ്പോഴത്തെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നൽകിയിരിക്കുന്ന പൗരത്വം ഒക്കെ തന്നെ പിൻവലിക്കേണ്ടി വരുമെന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഈ ഹർജിയിൽ ലീഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് നിയമപോരാട്ടത്തിലൂടെ തങ്ങൾ തന്നെ വിജയിക്കുമെന്നും കേന്ദ്രം മുട്ടുമടക്കുമെന്നുമാണ് ലീഗ് പറയാതെ പറയുന്നത്. അതുകൊണ്ട് അനാവശ്യമായ ഒരു വലിയ വർഗീയ ലഹളയിലേക്ക് കേന്ദ്രം ജനങ്ങളെ നയിക്കരുതെന്നാണ് അവരുടെ താക്കീതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.